BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കരൂർ ദുരന്തം, വിജയ്ക്ക് സിബിഐ സമൻസ്. തമിഴ്നാട് കരൂർ ദുരന്തത്തിൽ ടിവികെ അധ്യക്ഷൻ വിജയ്ക്ക് സിബിഐ സമൻസ്. ഈ മാസം 12-ന് ഡൽഹിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് നോട്ടീസ്. നേരത്തെ ടിവികെയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ സിബിഐ ചോദ്യം ചെയ്തിരുന്നു. അടുത്ത പൊതുയോഗങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് സിബിഐ സമൻസ് അയച്ചിരിക്കുന്നത്. കരൂർ ദുരന്തത്തിന് ശേഷം നടന്ന യോഗങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പൊതുയോഗങ്ങൾ സജീവമാക്കി വരികയായിരുന്നു. ഇതിനിടെ ചോദ്യം ചെയ്യുവാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സിബിഐ സമൻസ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയപരമായി തന്നെ ഡിഎംകെ ഉപയോഗിക്കും. സിബിഐ സമൻസിൽ ടിവികെ നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ അമേരിക്കൻ ആധിപത്യം ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയില്ല. റഷ്യയ്ക്കും ചൈനയ്ക്കും ട്രംപിന്റെ പരോക്ഷ മുന്നറിയിപ്പ്. വെനസ്വേലയിലെ അട്ടിമറിക്ക് പിന്നാലെ റഷ്യയ്ക്കും ചൈനയ്ക്കും പരോക്ഷ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ അമേരിക്കൻ ആധിപത്യം ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയില്ലെന്നാണ് ട്രംപിന്റെ പരാമർശം. വെനസ്വേലയിൽ ഡെൽസി റോഡ്രിഗസ് ഇടക്കാല പ്രസിഡന്റായി നിയമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ട്രംപ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുവാനാണ് ഇന്ത്യയുടെ തീരുമാനം എങ്കിൽ ഇന്ത്യയ്ക്കെതിരെ കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തും എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. വെനസ്വേലയുടെ ആത്യന്തിക ചുമതല വഹിക്കുന്നത് താനാണെന്നും രാജ്യത്തെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തുന്നതുവരെ തിരഞ്ഞെടുപ്പ് നടത്താൻ ആവില്ലെന്നും ട്രംപ് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ മത്സരിക്കുവാൻ സാധ്യത. 3 മണ്ഡലങ്ങൾ പരിഗണനയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനും മത്സരിക്കുവാൻ സാധ്യത. ചെങ്ങന്നൂർ, ആറന്മുള, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളിലാണ് പരിഗണിക്കുന്നത്. യുഡിഎഫിന് വലിയ മുന്നേറ്റത്തിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് കണക്കുകൂട്ടുന്ന മണ്ഡലങ്ങളാണിത്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ മത്സരരംഗത്തേക്കെത്തിയാൽ യുഡിഎഫിന് കൂടുതൽ ഉണർവുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി. മറിയ ഉമ്മനുമായി ചില നേതാക്കൾ ബന്ധപ്പെട്ടതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ നേരിട്ട് സംസാരിച്ചതായും സൂചനയുണ്ട്. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ വ്യക്തത വന്നേക്കും. നിർണായകമായ നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട്. അച്ചുമ്മന്റെ പേരും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. ചരിത്രം കുറിക്കുവാൻ ഇന്ത്യൻ റെയിൽവേ. ഹൈഡ്രജൻ പവർ ട്രെയിൻ വരുന്നു. യാത്രയിൽ പുതിയ ചരിത്രം കുറിക്കുവാൻ ഹൈഡ്രജൻ പവർ ട്രെയിൻ വരുന്നു. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ പവർ ട്രെയിൻ ഈ മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഹരിയാനയിലെ ജന്തിനും സോനിപത്തിനും ഇടയിലുള്ള 90 കിലോമീറ്റർ റൂട്ടിലാണ് പരീക്ഷണ ഓട്ടം. 2 ഡ്രൈവർ പവർ കാറുകളും 8 പാസഞ്ചർ കോച്ചുകളും അടക്കം 10 കോച്ചുകളാകും ഹൈഡ്രജൻ പവർ ട്രെയിനിൽ. 2500ഓളം യാത്രക്കാർക്ക് യാത്ര ചെയ്യാനാകുന്ന ട്രെയിൻ കാർബൺ ഡയോക്സൈഡിന് പകരം നീരാവിയാണ് പുറന്തള്ളുക. ജിന്ദ് റെയിൽവേ ജംഗ്ഷനിൽ 2000 ചതുരശ്ര മീറ്ററിൽ നിർമ്മിച്ച് 120 കോടി രൂപയുടെ ഹൈഡ്രജൻ ഗ്യാസ് പ്ലാന്റാണ് പദ്ധതിയുടെ കേന്ദ്രബിന്ദു. പരീക്ഷണ ഓട്ടത്തിന് ശേഷം ഇന്ത്യൻ റെയിൽവേയും RDSOയും സ്പാനിഷ് പങ്കാളികളായ ഗ്രീൻ എച്ച് കമ്പനിയും കേന്ദ്ര സർക്കാരിന് സംയുക്തമായി റിപ്പോർട്ട് നൽകും. ടിപ്പർ ലോറികൾ കയറ്റിയിറക്കി. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം മോശം അവസ്ഥയിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം മോശം അവസ്ഥയിലെന്ന് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ. ടിപ്പർ ലോറികൾ കയറ്റിയിറക്കിയത് പ്രതിസന്ധിയുണ്ടാക്കിയെന്നും മണ്ണിന്റെ മൃദുഘടന നഷ്ടപ്പെട്ടെന്നും കണ്ടെത്തൽ. കരാർ വ്യവസ്ഥ പാലിച്ച് മൈതാനം തിരിച്ചു നൽകുമെന്ന് സൂപ്പർ ക്രോസ് സംഘാടകർ അറിയിച്ചു. സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് മത്സരങ്ങൾക്ക് മൈതാനം വിട്ട് നൽകിയ കോർപ്പറേഷൻ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. മൈതാനത്തെ പുല്ല് കരിഞ്ഞുണങ്ങിയെന്ന പരാതിയിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനെ വിളിപ്പിച്ച് സ്റ്റേഡിയം പരിശോധിച്ചപ്പോൾ വലിയ തകർച്ചയുണ്ടായെന്നാണ് കണ്ടെത്തൽ. 1 ടണ്ണിൽ താഴെ മാത്രം ഭാരമുള്ള റോളറുകളെ മൈതാനത്ത് ഇറക്കാവൂ എന്നിരിക്കെ 80 ടണ്ണോളം ഭാരമുള്ള ടിപ്പർ ലോറികൾ തലങ്ങും വിലങ്ങും മൂടിയതിനെ തുടർന്ന് മൈതാനത്തിന് താഴെ വെള്ളം ഒഴിഞ്ഞു പോകുവാനുള്ള പൈപ്പുകൾ തകർന്നു. മണ്ണിന്റെ മൃദുഘടന നഷ്ടമായെന്നും KDFA കണ്ടെത്തി. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ജനനായകൻ KSRTC. ടിക്കറ്റ് വരുമാനത്തിൽ സർവകാല റെക്കോർഡ്. KSRTCക്ക് ടിക്കറ്റ് വരുമാനത്തിൽ സർവകാല റെക്കോർഡ്. ഇന്നലെ ആകെ വരുമാനം 13 കോടി രൂപ കടന്നു. ടിക്കറ്റ് വരുമാനമായി മാത്രം 12 കോടി 18 ലക്ഷം രൂപ ലഭിച്ചു. ജീവനക്കാരെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അഭിനന്ദിച്ചു.
ശബരിമല സീസണും കൂടാതെ ക്രിസ്മസ് അവധിക്ക് ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനവും കൂടിയായിരുന്നു ഇന്നലെ. വരുമാനത്തിൽ ചരിത്രത്തിൽ ആദ്യമായാണ് 13 കോടി രൂപ കടക്കുന്നത്. ടിക്കറ്റ് വരുമാനമായി മാത്രം 12,18 ലക്ഷം രൂപ ലഭിച്ചു. 27.38 ലക്ഷം യാത്രക്കാരാണ് ഇന്നലെ KSRTCയെ ആശ്രയിച്ചത്. 4,952 ബസ്സുകൾ സർവീസ് നടത്തി. 1 കിലോമീറ്റർ 66.69 രൂപയാണ് കളക്ഷൻ ലഭിച്ചത്. കേരള സർവകലാശാലയുടെ സ്ഥലം കയ്യേറി. പഴയ AKG സെന്റർ കെട്ടിടം ഒഴിപ്പിക്കണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി. പഴയ AKG സെന്റർ കെട്ടിടം ഒഴിപ്പിക്കണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി. കേരള സർവകലാശാലയുടെ 55 സെന്റ് കയ്യേറിയെന്ന് ചൂണ്ടിക്കാട്ടി കേരള സർവകലാശാല മുൻ ജോയിന്റ് രജിസ്ട്രാർ R ശശിധരനാണ് ഹർജി നൽകിയത്. ഹർജി സ്വീകരിക്കുന്നതോടെ കെട്ടിടത്തിലേക്ക് ആരെയും പ്രവേശിപ്പിക്കരുതെന്ന ആവശ്യവുമുണ്ട്. പൊതു താൽപര്യ സ്വഭാവമുള്ളതിനാൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് ഹർജി മാറ്റിയിട്ടുണ്ട്. നേരത്തെ പുതിയ AKG സെന്ററുമായി ബന്ധപ്പെട്ടും വിവാദങ്ങളുണ്ടായിരുന്നു. പുതിയ AKG സെന്ററിന് വേണ്ടി CPIM ഭൂമി വാങ്ങിയത് കേസിൽപ്പെട്ട ഭൂമിയാണെന്ന് അറിഞ്ഞു തന്നെയെന്നത് അടക്കം മുൻപ് പുറത്തുവന്നിരുന്നു. ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിന് 3 മാസം മുൻപ് തന്നെ കേസുള്ള വിവരം CPIMന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ തെളിവ് പുറത്തുവന്നു. ഭൂമിയിൽ ഉടമസ്ഥാവകാശം ഉന്നയിച്ച സുപ്രീംകോടതിയെ സമീപിച്ച VSSE ശാസ്ത്രജ്ഞ ഇന്ദു ഗോപൻ അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്തുവന്നതോടെയാണ് തെളിവുകൾ വെളിപ്പെട്ടത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.